പ്രണയിക്കുന്നവരെ നമുക്ക് വേദനിപ്പിക്കാനാകില്ല, നോവിക്കാൻ പോലും തോന്നിപ്പിക്കുന്ന ഒന്നല്ല യഥാർത്ഥ സ്നേഹമെന്നിരിക്കെ പ്രണയം നിരസിച്ചവരെ കൊന്നുകളയുന്ന പ്രവണത അനുദിനം വർദ്ധിച്ചു വരുന്നു. പ്രണയിതാവ് എന്ന പദം ഇത്തരം അരുംകൊലകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രണയം എന്നത് വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് വളരുന്ന ഈ കാലഘട്ടത്തിൽ പ്രണയ തകർച്ചയിൽ പൊലിഞ്ഞു പോകുന്നത് ഒട്ടനവധി ജീവനുകളാണ്. തിരുവനന്തപുരം സ്വദേശി മിഥുൻ, കൊല്ലം സ്വദേശി അനൂപ് തുടങ്ങി അടുത്തിടെ ചർച്ചയാക്കപ്പെട്ട നിരവധി ആളുകളുടെ മരണത്തിലേക്ക് നയിച്ചതും പ്രണയം തന്നെ. ഇവർ പ്രണയ തകർച്ചയിൽ സ്വയം ജീവനൊടുക്കിയതാണെങ്കിൽ, പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ബംഗളൂരുവിൽ 24-കാരി അനുഷയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടമായി. 44-കാരനായ സുരേഷിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിൽ സുരേഷ് അനുഷയെ കുത്തിക്കൊല്ലുകയായിരുന്നു. അനുഷയെ പിന്തുടർന്ന് അമ്മയും സംഭവ സ്ഥലത്ത് എത്തി. മകളെ ആക്രമിക്കുന്നത് കണ്ട് അമ്മ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിൽ കിട്ടിയ കല്ലുപയോഗിച്ച് സുരേഷിനെ ആക്രമിച്ചു. തുടർന്ന് സുരേഷും മരണപ്പെട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ പാലക്കാട് പട്ടാമ്പിയിൽ യുവതിയെ സുഹൃത്ത് റോഡിൽ കുത്തിവീഴ്ത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് യുവതിയെ സന്തോഷ് കൊലപ്പെടുത്തിയത്. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ മാനസികമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് നാളുകളായിട്ട് തന്നെ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ സങ്കടത്തിലിരിക്കുന്ന കൂട്ടുകാരനുമായിട്ട് വരുന്ന ആളുകളുണ്ട്. അവരെപ്പോഴും ആ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്കും കൗൺസിലിങ്ങിനായിട്ടും കൃത്യമായിട്ട് എത്താറുണ്ട്. അങ്ങനെ ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഉണ്ടാക്കുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ കുട്ടികളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാറുമുണ്ട്. ഇതിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ലഹരി ഉപയോഗം. പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എനിക്ക് പറ്റുന്ന ഒരാളല്ല എന്ന് തോന്നുമ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് പകയായിട്ടൊക്കെ വരുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന കേസുകളിൽ പലതും ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വരെ എത്തുക, അല്ലെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ കേസുകൾ എത്തിയിട്ട് പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കി വിട്ടതിന് ശേഷം പിന്നീട് ഇത് ഒരു പകയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് എത്താറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് ശേഷം തീർച്ചയായിട്ടും അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുക, അവരെ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. താലൂക്ക് ഹോസ്പിറ്റലുകളിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ കൗൺസിലിംഗ് സെല്ലുകളുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ സേവനം ഈ അവസരങ്ങളിലൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രണയബന്ധങ്ങളും സൗഹൃദത്തിൽ ഉടലെടുക്കുന്ന പ്രണയങ്ങളും ഇത്തരം അരുംകൊലകളിൽ അവസാനിക്കുന്നുവെങ്കിലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ പക മൂലം കൊന്നുകളയാൻ സാധിക്കുന്ന വികാരം എങ്ങനെ പ്രണയമാകുന്നു? പ്രാണനെ പോലെ സ്നേഹിച്ച് സ്വന്തമാക്കാൻ കഴിയാതെ വേർപിരിയുന്ന പ്രണയങ്ങൾ ഏറെയാണ്. എന്നാൽ നേടിയെടുക്കാൻ കഴിയാത്തതിനെ നശിപ്പിക്കുന്ന പ്രവണതയെ പ്രണയം എന്ന് വിശേഷിപ്പിക്കുന്നത് ആദ്യം അവസാനിപ്പിക്കുക. ഇങ്ങനെ പോയാൽ പ്രണയിതാക്കൾ സ്വയം രക്ഷയ്ക്കായുള്ള വഴികൾ കൂടി പഠിക്കേണ്ടി വരും. ഈ തകർന്നു പോകുന്ന മാനസികാവസ്ഥയിൽ കുട്ടികൾ എത്തുന്നത് എങ്ങനെയാണ്? അവർ ചെറുപ്പം മുതൽ ഒരു നോയെ അല്ലെങ്കിൽ ഒരു റിജക്ഷനെ മറ്റുള്ള ഒരാൾ അവഗണിക്കുന്നതിനെ ഒന്നും ശീലിച്ച് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കിട്ടേണ്ടതെല്ലാം, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് കിട്ടണം എന്ന രീതിയിൽ ആ ഒരു മാനസികാവസ്ഥയിൽ വളർന്നു വരുന്നവരാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു പകയിലേക്കൊക്കെ മാറുന്നത്. ഒരിക്കലും അവർക്കൊരു റിജക്ഷനെയോ ഒരു നോയെയോ ഒന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് പേരന്റിങ് മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നമ്മൾ എല്ലാം നൽകി നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഇടത്ത് വെച്ച് അവർക്കൊരു അവഗണനയോ അവരോട് ഒരു നോയോ ഒക്കെ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനോ അതിനെ സ്വീകരിക്കാനോ കഴിയാതെ വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും പേരന്റിങ് മുതൽ തന്നെ കുട്ടികളെ പക്വതയുള്ള ഒരു മനസ്സും ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെ പക്വമായി പെരുമാറണമെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയത്തിലാവുന്നു, അതിൽ ഒരാൾ പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ആ റിജക്ഷനെ അല്ലെങ്കിൽ അവർക്കത് വേണ്ട എന്ന് വെക്കുന്ന തീരുമാനത്തെയും പക്വമായി തന്നെ സ്വീകരിക്കാൻ ആ രണ്ട് വ്യക്തികളും ഒരുപോലെ തയ്യാറാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടുപേർക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വാതിൽ തുറന്നിടുമ്പോൾ അത് അകത്തേക്ക് കയറാൻ മാത്രമുള്ളതല്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ കൂടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ഒരാളെ വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നതിൽ നിന്ന് നമുക്ക് ഇവരെ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് സാധിക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ പ്രണയ തകർച്ചയിൽ ജീവൻ എടുക്കുമ്പോൾ പ്രണയം എന്ന വികാരം ആയുധങ്ങളെക്കാൾ ഭയക്കേണ്ട ഒന്നായി മാറിയിരിക്കുന്നു.
യുവതലമുറയുടെ ഈ അപക്വ പ്രണയ മാതൃകയുടെ തുടർച്ചയോ ഇരകളോ ഒക്കെയാണ് മിഥുനും അനൂപും അനുഷയുമെല്ലാം.